ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഡോണറ്റ് ആണ്. ആദ്യം നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ നമ്മുടെ പാത്രത്തിലേക്ക് കൊട്ടിടാട്ടാ. പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടെ. ഈസ്റ്റ് എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാണേ. കൊട്ടയുടെ മഞ്ഞ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇത് നമ്മുടെ ബട്ടറാണ് കേട്ടോ. നല്ല ഇളം ചൂടുള്ള പാലാണ്. ഇത് നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടാ. അപ്പോൾ നമ്മുടെ ഡോ എടുത്തിട്ട് നമ്മൾ ഇനി പരത്താണ്ടാ. അപ്പോൾ നമ്മുടെ ക്ലാസ് എടുത്തിട്ട് നമ്മുടെ ഡോണറ്റിന്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. നടുക്കിടാനുള്ള ഹോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എക്സസ് ഇതിൽ നിൽക്കുന്നത് നമുക്ക് എടുത്ത് മാറ്റാട്ടാ. നമ്മുടെ ഡോണറ്റിനുള്ള പാത്രത്തിന്റെ അടപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. അപ്പം നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഡോണറ്റിന് നമ്മൾ തിരിച്ചിട്ട് വേവിച്ച് കൊടുക്കാട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ ഡോണറ്റ് നമ്മൾ ഫ്രൈ ചെയ്തത് എടുത്ത് മാറ്റാട്ടാ. നമ്മുടെ അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഡോണറ്റിനുള്ള വട നമ്മളിത് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പണികൾ നമ്മുടെ ചോക്ലേറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 3 ചോക്ലേറ്റും നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് നല്ല മെൽറ്റ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തു. ഡോണറ്റ് എടുത്ത് ആദ്യം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിലാണ് നമ്മൾ മുക്കി എടുക്കുന്നത്. അടിപൊളി. ഓരോ ഡോണറ്റായിട്ട് നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൽ മുക്കി വെച്ച ഡോണറ്റുമാരൊക്കെ ഇനി നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം. നല്ല അടിപൊളി ചോക്ലേറ്റിന്റെ സിറപ്പ് നമ്മൾ ഇതിന്റെ മുകളിൽ ഒഴിക്കുകയാണ്. അങ്ങനെ അലങ്കാര പണികളൊക്കെ കഴിഞ്ഞത് നമ്മൾ 6 സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡോണറ്റുകൾ. അപ്പം വെച്ചാൽ നമ്മളെ കഴിക്കണ പരിപാടി നോക്കാം. അടിപൊളി, സൂപ്പർ, ടേസ്റ്റ് ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? മാറ്റുണ്ട്.